ഹലോ ഗായ്സ്, ഇതെൻ്റെ പഴയ കുറച്ച് ഫോട്ടോസാണ്. എനിക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഒരുപാടുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് ഓവറായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഈ വെള്ള പാട് പോലെ എൻ്റെ മുഖത്തുണ്ടായിട്ടുണ്ട്. അത് ബ്ലാക്ക് ഹെഡ്സ് ആയിരുന്നു. അതുപോലെ വൈറ്റ് ഹെഡ്സും ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, എൻ്റെ ഫേസിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ മണ്ണ് വാരിയിട്ട കണക്കായിരുന്നു. ഭയങ്കര പരപരപരപരായിരിക്കുമായിരുന്നു. അത്രയ്ക്കും ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പം ഞാൻ ഈ പാക്ക് യൂസ് ചെയ്ത് കുറേ നാൾ യൂസ് ചെയ്ത സമയത്താണ് എനിക്ക് നന്നായിട്ട് ഇത് റിമൂവ് ചെയ്യാൻ മാറിയിട്ടുണ്ട്. എൻ്റെ ഫേസ് നല്ല ക്ലിയർ ആയിട്ടും അതുപോലെ നല്ല ഗ്ലോയിങ് ആയിട്ടുള്ള ഫേസ് കിട്ടാൻ സാധിച്ച ഒരു സിമ്പിൾ ഫേസ് പാക്കാണ്. ഒരൊറ്റ ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി ഇതിന്. ഒരൊറ്റ ഇൻഗ്രീഡിയൻറ്റ് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഫസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഫേസ് നല്ല ഗ്ലോയിങ് ആയിട്ടും അതുപോലെ ക്ലിയർ ആയിട്ടും മാറും. ഇപ്പം ഞാൻ ഈ മൂക്കിങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. എനിക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ നല്ലപോലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും ഇല്ല, നല്ല ക്ലിയർ ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് കിട്ടും. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സാന്ദ്രാസ് ഹെവൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഡാർക്ക് സ്പോട്ടുകൾ, വൈറ്റ് സ്പോട്ട്, അതേപോലെ തന്നെ നമുക്ക് ഉണ്ടാവുന്ന ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, ഇതൊക്കെ റിമൂവ് ചെയ്യുന്നതിന് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള സ്കിന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് ഒരേ ഒരു ഇൻഗ്രീഡിയൻസ് മാത്രം കൊണ്ടുണ്ടാക്കുന്ന ഒരു സിമ്പിൾ ഫേസ് പാക്ക് ആണ്. അപ്പോൾ ഒരൊറ്റ ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്കിതിന്. എന്നാൽ നമ്മുടെ സ്കിന്ന് നല്ലപോലെ പോളിഷ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് റിമൂവ് ചെയ്യുന്നതിനും അതേപോലെ തന്നെ പിമ്പിൾസിൻ്റെ മാർക്ക് റിമൂവ് ചെയ്യുന്നതിനും കുട്ടി പിമ്പിൾസിലെ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവുന്ന പിമ്പിൾസ് ഒക്കെ റിമൂവ് ചെയ്യുന്നതിനും ഈ മുഖത്ത് നമുക്ക് ഇങ്ങനെ മുഖത്ത് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ പരപര ഇരിക്കും. അതായത് നമുക്ക് മുഖത്ത് ഈ മണ്ണ് വാരിയിട്ട് കണക്കിരിക്കില്ല മുഖം, അതൊക്കെ റിമൂവ് ചെയ്തതിന് ക്ലിയർ ആയിട്ട് നല്ലൊരു സ്കിൻ കിട്ടുന്നതിന് വേണ്ടി, നല്ല ഗ്ലാസ് സ്കിൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടും ഉള്ള ഒരു സിമ്പിൾ ഫേസ് പാക്കാണ്. ഒരൊറ്റ ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് ഇതിന് ആവശ്യമുള്ളൂ, ഒരൊറ്റ സാധനം, അത് മാത്രം മതി. അത് വെച്ചിട്ടാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഒരൊറ്റ ഇൻഗ്രീഡിയൻസ് ആണെന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന് മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല. അപ്പം വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മാത്രമേ നമുക്കിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതുപോലെ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് മൊത്തത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതിന് വീഡിയോ മുഴുവനായിട്ട് കാണേണ്ടതാണ്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഓയിൽ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകിയതിന് ശേഷം മാത്രം ഇത് അപ്ലൈ ചെയ്യുക എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി പാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുന്നേ എന്നെ ആദ്യത്തെ കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് സാന്ദ്ര, ഒരു ബ്യൂട്ടി ബ്ലോഗറാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ, ഓക്കെ? അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എങ്കിലല്ലേ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി പാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമുക്ക് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് മുട്ടയുടെ വെള്ളയാണ്. മഞ്ഞ എടുക്കരുത്, കാരണം മഞ്ഞ എടുത്തു കഴിഞ്ഞാൽ 3-4 ദിവസമെങ്കിലും അതിൻ്റെ സ്മെല്ല് നമ്മുടെ ഫേസിൽ തന്നെ കാണും. സോ അതുകൊണ്ട് തന്നെ മുട്ടയുടെ വെള്ള മാത്രം നമുക്ക് മതി. അത് മാത്രമാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, മുട്ടയുടെ വെള്ള മാത്രമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ബീറ്ററാണ്. ഇപ്പം നിങ്ങൾക്ക് ബീറ്റർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക, അല്ല ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് മുട്ട ഇങ്ങനെ നന്നായിട്ട് വെള്ളയെ ഇങ്ങനെ അടിച്ചടിച്ച് നല്ലൊരു വൈറ്റ് കളറിലേക്ക് മാറ്റുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. എനിക്കിപ്പോൾ ഞങ്ങളുടെ കയ്യിലും ബീറ്റർ ഉള്ളതുകൊണ്ടാണ് ബീറ്റർ എടുക്കുന്നത്. അപ്പോൾ ബീറ്റർ ഇല്ലാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ ഒരു കളറിലേക്ക് മാറ്റും. നമ്മൾ തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ തറയിലേക്ക് വിടില്ല. ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് മാറ്റുന്നത് വരെയാണ് നമ്മൾ ചെയ്യാനുള്ളത്. ഇതുപോലെ ആവും. പക്ഷേ നിങ്ങൾക്കിപ്പോൾ കയ്യിൽ ബീറ്റർ ഇല്ലാതുള്ളവർ എങ്ങനെ വേണോ നിങ്ങൾക്ക് അടിച്ചെടുത്തതിന് ശേഷം ഉപയോഗിക്കുക. ഇതിപ്പോൾ ഞാനിവിടെ തേൻ ചേർക്കുന്നുണ്ട്. അത് ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തേൻ ചേർക്കുക. നമ്മുടെ ഈ മുട്ട ഒരുപാട് ഡ്രൈ ആയിട്ട് ഫേസിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തേൻ ചേർക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേൻ ചേർക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ ചേർത്താലും മതി. തേൻ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് കുറച്ചും കൂടി ഗ്ലോ ആവാൻ ഇത് സഹായിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ മാത്രം തേൻ ചേർക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡ്രോപ്പ് ഓയിലും കൂടെ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ട് ഫേസിലേക്ക് അപ്ലൈ ചെയ്താൽ മാത്രം മതി. ബെയറായിട്ടുള്ള സ്കിന്നിൽ വേണം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതുപോലെ വയ്ക്കുന്ന സമയത്ത് താഴേക്ക് വീഴില്ല. അതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും. എന്നിട്ടാണ് നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. ഭയങ്കര ഈസിയാണ് കേട്ടോ. ഇത് ഈ ഫ്രിഡ്ജിൽ വച്ചിരിക്കാൻ പറ്റില്ല. ഒന്നാമത് ഞാൻ എടുത്ത് പറയുകയാണ്, മുട്ടയുടെ വെള്ളയാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മുട്ടയുടെ അനുസരിച്ച് ചിലപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന മുട്ടയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പിറ്റേ ദിവസം ഇരിക്കുക. എൻ്റെ അഭിപ്രായത്തിൽ ഇത് വച്ചേക്കരുത്, അപ്പോൾ തന്നെ അപ്ലൈ ചെയ്യുക. പിറ്റേ ദിവസം നിങ്ങൾക്ക് തേക്കണമെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം യൂസ് ചെയ്യുക. അപ്പോൾ ഒന്നിടവിട്ട് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. അത് ചിലപ്പോൾ സ്കിന്നിനെ കുറച്ചും കൂടെ ഡ്രൈ ആക്കും. സോ എല്ലാ ദിവസവും അപ്ലൈ ചെയ്യേണ്ട, കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. ഒന്നിടവിട്ടുള്ള ദിവസങ്ങൾ അപ്ലൈ ചെയ്യുക.
വൈകുന്നേരം സമയങ്ങൾ, അത് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വന്നതിന് ശേഷം അപ്ലൈ ചെയ്യുക. പിന്നെ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം കഴുകി കളയുക. കഴുകി കളയുന്ന സമയത്ത് ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് കഴുകി കളയുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് ഉണങ്ങിയിട്ടില്ല, ഒരു മീഡിയം സൈസിലാണ് ഉണങ്ങിയിട്ടുള്ളത്. ഓവറായിട്ട് ഉണങ്ങി പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര മുഖമൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര വരണ്ട് പണ്ടര. ഇപ്പം ഞാൻ ഫേസ് ഇങ്ങനെ ആക്കുന്ന സമയത്ത്, ഇപ്പം ഞാൻ കാണിച്ചിരുന്നു, നിങ്ങളെ കോക്രി കാണിക്കുന്നതല്ല, ഞാൻ ഫേസ് ഇങ്ങനെ ആക്കുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഫേസ് ഒന്ന് ഡ്രൈ ആവും. ഓവറായിട്ട് ഡ്രൈ ആവില്ല, ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവും. നിങ്ങൾക്ക് ഇങ്ങനെ ആക്കുമ്പോൾ മനസ്സിലാവും നമ്മുടെ സ്കിന്നൊന്ന് പിടിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു സംഭവം വരെ മാത്രം നമ്മുടെ ഫേസ് ഡ്രൈ ആയാൽ മതി. ഓവറായിട്ട് ഡ്രൈ ആയി ഫേസ് നല്ല ഇങ്ങനെ കിടന്ന് ഇങ്ങനെ എന്താ പറയുക, ഫേസ് ഭയങ്കരമായിട്ട് അങ്ങ് ഡ്രൈ ആയിട്ട് പിടിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യരുത്. മീഡിയം സൈസിൽ മാത്രം ഡ്രൈ ആയതിന് ശേഷം ഫേസ് ഇങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്ത് ഫേസ് ഒന്ന് വാഷ് ചെയ്ത് കളയ്ക്കുക. സാധാ വെള്ളം യൂസ് ചെയ്ത് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. ഭയങ്കര സിമ്പിളാണ് കേട്ടോ. പക്ഷേ നിങ്ങൾ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അതുപോലെ കുട്ടികൾക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഒരിക്കലും ഒരു സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ കുട്ടികൾക്ക് ഈ മുട്ട അലർജിയുള്ള കുട്ടികളൊക്കെ കാണും. അപ്പോൾ മുട്ട അലർജിയൊക്കെ ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യുക. അലർജി ഉള്ളവർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ, മുട്ടയാണ് ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻസ്. സോ അതുകൊണ്ട് തന്നെ അലർജി ഉള്ളവർ ഇത് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. അപ്പോൾ നമ്മളിങ്ങനെ ഫേസിലേക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്ത് ആണ് അപ്ലൈ ചെയ്ത്, അതായത് റിമൂവ് ചെയ്യേണ്ടത്. വേറെ ഒന്നും ചെയ്യാനില്ല. വൈകിട്ട് സമയത്തിൽ അപ്ലൈ ചെയ്യുക. എന്നിട്ട് 10-15 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയതിന് ശേഷം ഫേസ് വാഷ് ചെയ്ത് കളയുക. അപ്പോൾ വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം റിസൾട്ട് ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു. ഇപ്പോൾ തന്നെ ഇതിൻ്റെ സ്കിൻ കളറിൽ തന്നെ നല്ലൊരു വ്യത്യാസം ഉണ്ടാക്കിയെടുക്കും. പക്ഷേ സ്കിൻ കളർ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിലനിർത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം. അതല്ലാതെ അപ്പം കിട്ടുന്നൊരു നമുക്കൊരു ബ്രൈറ്റ്നസ് കാണും, അത് ആ ബ്രൈറ്റ്നസ് പിന്നെയും നിലനിൽക്കും എന്ന് വിചാരിക്കരുത്. കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ ആ ബ്രൈറ്റ്നസ് നിലനിൽക്കുള്ളൂ. ഇപ്പോൾ എനിക്കൊരു ബ്രൈറ്റ്നസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒക്കെ പുറത്തോട്ടോ ഒരു ഫംഗ്ഷനൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കും, നല്ല തിളങ്ങിയിരിക്കും ഫേസ്, നല്ല ക്ലിയർ ആയിട്ട്, നല്ല ക്ലിസ്റ്റർ ക്ലിയർ ആയിട്ടൊക്കെ ഇരിക്കും നമ്മൾ പറയില്ല, അമ്മാതിരി ഇരിക്കും. എനിക്ക് നല്ല ഇത് കിട്ടിയിട്ടുണ്ട്. കാരണം എവിടെ ഒരു കല്യാണത്തിനോ അങ്ങനെ പോയുന്ന സമയത്ത്, ഇത് മുന്നേ ചെയ്ത സമയത്ത് മറ്റേ ക്ലിസ്റ്റർ ക്ലിയർ കണക്കിരിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഹലോ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് പാക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ടുള്ള പാക്കാണ്, നിങ്ങൾക്ക് മനസ്സിലായില്ലോ. ഒരൊറ്റ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പാക്ക് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കും. അതിലുപരി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ, ഞാൻ എല്ലാത്തിനും റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എല്ലാ ടൈപ്പ് സ്കിന്നിനും ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ചീഞ്ഞ മുട്ടയാണോ എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ചീഞ്ഞതാണെങ്കിൽ മുഖത്തൊക്കെ വാരി തേച്ചിട്ട് അവസാനം എന്നെ കുറ്റം പറയരുത്. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്ന മുട്ടയുടെ ഡേറ്റ് ഒക്കെ നോക്കിയതിന് ശേഷം മാത്രം ഫേസിൽ അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്താലും മതി. അതാണ് കുറച്ചും കൂടെ ബെറ്റർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഒരിക്കലും പേടിക്കേണ്ട ആവശ്യം വരാറില്ലല്ലോ. അപ്പോൾ ഒട്ടും കൊണ്ട് പേടിക്കേണ്ട. ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഓവറായിട്ട് ഡ്രൈ ആക്കും എന്നുള്ള പേടിയൊന്നും വേണ്ട. അപ്പോൾ അത് ഡ്രൈ സ്കിൻ ആണെങ്കിൽ ആഴ്ചയിൽ ഒരു 3 ദിവസമൊക്കെ അപ്ലൈ ചെയ്താൽ മതി. ഓയിൽ സ്കിൻ ആണെങ്കിൽ നമുക്ക് 4 ദിവസം 5 ദിവസം വേണമെങ്കിലും ഒക്കെ യൂസ് ചെയ്യാം. കാരണം നമ്മുടെ ഓയിൽ സ്കിൻ ആണെങ്കിൽ ഡ്രൈ ആയാലും വലിയ പ്രശ്നമില്ല. പക്ഷേ ഓയിൽ കൺട്രോൾ ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഓയിൽ ഓവറായിട്ട് ഉണ്ടാക്കാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.